ഹായ് ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ് ജോഗ്രഫിയിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ ഗസൽ മുഹമ്മദ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എർത്ത് മൂവ്മെന്റ്, ഭൗമചലനങ്ങൾ, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക്, ഭൂമി കുലുക്കം. ഇത്രയും ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമി കുലുക്കത്തിന് കാരണമാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭൂമി കുലുക്കത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. റെഡിയാണല്ലോ? നിങ്ങൾ റെഡിയാണല്ലോ പഠിക്കാൻ? യെസ്, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൗമചലനങ്ങൾ അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ പറയുന്നത് ഭൗമചലനങ്ങൾ, എർത്ത് മൂവ്മെന്റ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആന്തരിക ചലനങ്ങൾ, അല്ലെങ്കിൽ അതിനെന്താ അറിയപ്പെടുന്നു, എൻഡോജനിക് ഫോഴ്സസ്. ഇനിയോ ബാഹ്യ ചലനങ്ങൾ അല്ലെങ്കിൽ എക്സോജനിക് ഫോഴ്സസ്. അപ്പോൾ എന്താണ്? ഭൗമചലനങ്ങൾ രണ്ട് വിധമാണ്, അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് എൻഡോജനിക് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് എക്സോജനിക് ഫോഴ്സസ്. ഓക്കെ, ഭൗമചലനങ്ങൾ രണ്ട് തരം, ഒന്ന് ആന്തരിക ചലനം, ഒന്ന് ബാഹ്യ ചലനം. ഓക്കെ, ഇനി ഈ ആന്തരിക ചലനം, എൻഡോജനിക് ഫോഴ്സ്, ആന്തരിക ചലനത്തെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. സാവധാനത്തിലുള്ള ചലനം അല്ലെങ്കിൽ ഡിസാസ്ട്രോഫിക് മൂവ്മെന്റ് എന്നതിനാ പറയപ്പെടും. ഏതിനാണ് രണ്ടായി തിരിച്ചിരിക്കുന്നത്? ഭൗമചലനങ്ങളിലെ ഒന്നായ ആന്തരിക ചലനം അല്ലെങ്കിൽ എൻഡോജനിക് ഫോഴ്സസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ആ എൻഡോജനിക് ഫോഴ്സസിനെ അല്ലെങ്കിൽ ആന്തരിക ചലനങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിന് ഫസ്റ്റ് വൺ, അല്ലെങ്കിൽ ആദ്യത്തേതാണ് സാവധാനത്തിലുള്ള ചലനം അല്ലെങ്കിൽ ഡിസാസ്ട്രോഫിക് മൂവ്മെന്റ്. പിന്നെയാണ് ദ്രുത ചലനം അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ്. അപ്പോൾ ആന്തരിക ചലനങ്ങൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് സാവധാനത്തിലുള്ള ചലനം, ഡിസാസ്ട്രോഫിക് മൂവ്മെന്റ്, സാവധാനമേലുള്ള ചലനം. അതിനൊരു ഉദാഹരണമാണ് ഫലക ചലനം, പ്ലേറ്റ് മൂവ്മെന്റ്, അല്ലെ? പതുക്കെ നടക്കുള്ളൂ. അത് ഏതിന് ഉദാഹരണമാണ്? സാവധാനത്തിലുള്ള ചലനം. സാവധാനത്തിലുള്ള ചലനം ഏതിൻ്റെ ഭാഗമാണ്? ആന്തരിക ചലനത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനിയോ ദ്രുതചലനം, സഡൻ മൂവ്മെന്റ്, അല്ലെ? സഡൻ മൂവ്മെന്റിന് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയും. ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷൻ ഏതിനാണ്? ദ്രുതചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, പിന്നെയോ എർത്ത് ക്വേക്സ്, ഭൂകമ്പം, അത് ഒരു ദ്രുതചലനമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടേബിൾ തന്നിരിക്കുന്നത്? ഭൗമചലനങ്ങൾ അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ്, അല്ലെ? എർത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഭൗമചലനം രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് ആന്തരിക ചലനങ്ങൾ, എൻഡോജനിക് ഫോഴ്സസ്, ദെൻ ബാഹ്യ ചലനങ്ങൾ അല്ലെങ്കിൽ എക്സോജനിക് ഫോഴ്സസ്. ആന്തരിക ചലനത്തെ അല്ലെങ്കിൽ എൻഡോജനിക് ഫോഴ്സസിനെയാണ് നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നത്. സാവധാനത്തിലുള്ള ചലനം അല്ലെങ്കിൽ ഡിസാസ്ട്രോഫിക് മൂവ്മെന്റ്, അതിന് ഉദാഹരണമാണ് ഫലക ചലനം അല്ലെങ്കിൽ പ്ലേറ്റ് മൂവ്മെന്റ്. ഇനിയോ ദ്രുതചലനം അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ്, അത് ഏതിന് ഉദാഹരണമാണ്? അതിന് ഉദാഹരണമാണ് അഗ്നിപർവ്വത സ്ഫോടനം അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ, അത് ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്. ഇതും ഏതിന് ഉദാഹരണമാണ്? ദ്രുതചലനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കുക, ചിലപ്പോൾ ചോദിക്കണം. ഭൗമചലനങ്ങൾ രണ്ട് വിധത്തിലുണ്ടത് ഏതാണ്? എൻഡോജനിക് ഫോഴ്സും എക്സോജനിക് ഫോഴ്സസും. ആന്തരിക ചലനങ്ങൾ, ബാഹ്യ ചലനങ്ങൾ, അത് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത്രേ ഉള്ളൂ, ഭൗമോപരിതലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ഭൂരൂപങ്ങളും രൂപപ്പെടാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഭൗമചലനങ്ങളാണ്. എന്താണ്? നമ്മുടെ ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ ഭൂരൂപങ്ങളും രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭൗമചലനങ്ങളാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ എൻഡോജനിക് ഫോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എക്സോജനിക് ഫോഴ്സ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂമിയിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും, അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയും. ഫോൾഡഡ് മൗണ്ടനെ കണ്ടില്ല നിങ്ങൾ? ആണ്, ഉയർത്തപ്പെടുന്നു. ചിലത് എന്ത് ചെയ്യുന്നു? താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂമിയിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും ചിലത് താഴ്ത്തപ്പെടുകയും ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഫലക ചലനങ്ങൾ വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ദീർഘനാളുകൾ കൊണ്ടാണ് ഫലക ചലനങ്ങൾ സംഭവിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, 300 വർഷങ്ങളോ അല്ലെങ്കിൽ 300 ദശലക്ഷം വർഷങ്ങളൊക്കെ വേണ്ടി വരും ഫലക ചലനങ്ങളായിട്ട് മാറാൻ, അല്ലേ? നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ എടുത്തു വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു ചലനമാണ് ഫലക ചലനം. ഫലക ചലനം കൊണ്ടൊന്നും അധികം മനുഷ്യരാശിക്കൊന്നും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഏറെ എത്രയോ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചലനമാണ് ദ്രുതചലനം. ഓക്കെ, അപ്പോൾ സാവധാനത്തിലുള്ള ചലനം അല്ലെങ്കിൽ ഫലക ചലനമൊക്കെ വളരെ സാവധാനം നടക്കുന്ന ഒരു
ചലനമാണ്. അത് മനുഷ്യരാശിക്ക് അത്ര ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടില്ല. എങ്കിൽ മനുഷ്യരാശിക്ക് ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കുന്ന രൂപമാണ് ദ്രുതചലനം അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റ്. അതിന് ഉദാഹരണമാണ് ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളുമാണ് മനുഷ്യരാശിക്ക് ഏറ്റവും നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ടോപ്പിക്കാണ് ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത് ക്വയ്ക്ക്. അല്ലേ, എർത്ത് ക്വയ്ക്ക് അല്ലെങ്കിൽ ഭൂകമ്പം ഏത് തരത്തിലുള്ള ചലനമാണ്? പറയൂ. ആന്തരിക ചലനം അല്ലെങ്കിൽ എൻഡോജനിക് ഫോഴ്സ്. അല്ലേ, നമ്മൾ പറഞ്ഞു രണ്ട് ചലനങ്ങൾ, ഭൗമചലനങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആന്തരിക ചലനം, ബാഹ്യ ചലനം, എൻഡോജനിക് ഫോഴ്സും എക്സോജനിക് ഫോഴ്സും. അതിൽ ഭൂകമ്പം വരുന്നത് എൻഡോജനിക് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ആന്തരിക ചലനം. അതിൽ തന്നെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ദ്രുത ചലനങ്ങളിലാണ് അല്ലെങ്കിൽ സഡൻ മൂവ്മെന്റിലാണ് ആര് വരുന്നത്? ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത് ക്വയ്ക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഭൂകമ്പങ്ങളെ കുറിച്ച് നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭൂകമ്പത്തിൻ്റെ ഒരു കുറിപ്പ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ കുറിപ്പ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ അതിൽ പറയുന്നത്? 2015 ഏപ്രിൽ 25 നേപ്പാളിൽ അനുഭവപ്പെട്ട ഒരു ഭൂകമ്പത്തിൻ്റെ വിവരണങ്ങളാണ് അത് കൊടുത്തിട്ടുള്ളത്. ആരാണ്? ഷെറിൻ ഡോർജി എന്ന് പറയുന്ന ഒരു സഞ്ചാരി, ഒരു യാത്രികൻ. അദ്ദേഹത്തിന് നേപ്പാളിൽ അനുഭവപ്പെട്ട ആ ഭൂകമ്പത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. അല്ലേ, അതിൻ്റെ ആ ഭയാനകതയൊക്കെ അദ്ദേഹം അതിൽ വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഭൂകമ്പം എന്ന് പറയുന്ന ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലേ, ഭൂകമ്പങ്ങൾ കാരണം ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ആളുകളും ഒക്കെ മരണപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അത്ര പരിചിതമല്ല, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ മറ്റു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നതായിട്ടും അനുഭവപ്പെട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്നതായിട്ടും നമ്മൾ വീഡിയോയിലും മറ്റൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നോക്കാം. എങ്ങനെയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത് നോക്കാം. എർത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം നമുക്ക്. ഭൂമിയുടെ ആഴങ്ങളിൽ, എവിടെയാണ്? ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. എവിടെ? ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ അതിശക്തമായ സമ്മർദ്ദം രൂപപ്പെടുന്നു. അതായത് ഭൂമിക്കടിയിൽ ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ശിലകൾ, ഭൂമിക്കടിയിലെ ശിലകൾക്ക് ഒന്നല്ലെങ്കിൽ ഭ്രംശനം സംഭവിക്കുക, അല്ലെങ്കിൽ സ്ഥാനമാറ്റം സംഭവിക്കുക, ഇതുണ്ടാവാറുണ്ട്. ഇതുണ്ടാകുമ്പോൾ ഭൂമിക്കടിയിൽ അതിശക്തമായ സമ്മർദ്ദം രൂപപ്പെടുന്നു. ഈ സമ്മർദ്ദം ഏതിലോട്ട് നയിക്കുന്നു? ഭൂകമ്പ തരംഗങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഭൂമിക്കടിയിലെ അതികഠിനമായ സമ്മർദ്ദം. എന്തുമേലാണ് സമ്മർദ്ദം ഉണ്ടാവുന്നത്? ഫലക ചലന ഫലമായി രൂപപ്പെടുന്ന ചലനങ്ങൾ കാരണം ഭൂമിക്കടിയിൽ സമ്മർദ്ദം രൂപപ്പെടുന്നു, പ്രഷർ ഉണ്ടാവുന്നു. ആ മർദ്ദം ഭൂകമ്പ തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇനിയോ ഈ ഭൂകമ്പ തരംഗങ്ങളോ? ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന ഈ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എർത്ത് സർഫസിൽ എന്തുണ്ടാക്കുന്നു? പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ഭൂമിയുടെ മുകളിൽ ഉണ്ടാവുന്ന ഈ പ്രകമ്പനങ്ങൾ നമുക്ക് ഭൂമികുലുക്കമായി അനുഭവപ്പെടുന്നു. അതിനെയാണ് ഭൂമികുലുക്കം അല്ലെങ്കിൽ എന്താണ് പറയുക, ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് ക്വയ്ക്ക് എന്നറിയപ്പെടുന്നത്. എന്താണ് എർത്ത് ക്വയ്ക്ക് അല്ലെങ്കിൽ ഭൂകമ്പം എന്ന് പറഞ്ഞു നമ്മൾ? എന്താണ്? ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും അല്ലെങ്കിൽ ഭ്രംശനവും സംഭവിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലങ്ങളിൽ കടുത്ത സമ്മർദ്ദം, പ്രഷർ രൂപപ്പെടുന്നു. ഇത് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. ഇനിയോ ഈ തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തെ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. അല്ലേ, എന്ത് ചെയ്യുന്നു? കുലുക്കുന്നു എന്നൊക്കെ പറയാം. പ്രകമ്പനങ്ങൾ, തരിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂമിയുടെ ഈ പ്രകമ്പനത്തെയാണ് നമ്മൾ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം അല്ലെങ്കിൽ എർത്ത് ക്വയ്ക്ക് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ഭൂമിയുടെ അടിയിൽ മർദ്ദം രൂപപ്പെടുന്നു. ആ മർദ്ദമാണ് തരംഗങ്ങളായി മാറുന്നത്. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഭൂമി കുലുക്കമായിട്ട് മാറുന്നു, ഭൂകമ്പങ്ങളായിട്ട് മാറുന്നു. വാട്ട് ഈസ് ആൻ എർത്ത് ക്വയ്ക്ക്? Rocks in the deeper interior of the earth undergo displacement and fall due to plate movement and other causes. Under such situations,
severe pressure is exerted on the Earth's lithosphere and seismic waves are generated. എന്താണ് എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ? ഭൂമിക്കടിയിൽ അല്ലേ, ഭൂമിക്കടിയിൽ പ്ലേറ്റ് മൂവ്മെന്റ് കാരണം, പ്ലേറ്റ് മൂവ്മെന്റ് കാരണം എന്ത് ചെയ്യുന്നു? ഭൂമിക്കടിയിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ്, എന്തിന്? സ്ഥാനമാറ്റം ഉണ്ടാവുന്നു. ആർക്ക്? സ്ഥാനമാറ്റമോ ഡിസ്പ്ലേസ്മെന്റോ ഫാൾട്ട് അല്ലെങ്കിൽ ആർക്ക്? ഭൂമിക്കടിയിലുള്ള പാറകൾക്ക്, റോക്കുകൾക്ക് പ്ലേറ്റ് മൂവ്മെന്റ് കാരണം സ്ഥാനമാറ്റമോ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫാൾട്ട്, ഭ്രംശനമോ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ആ ഒരു കാരണമാണ് എന്ത് രൂപപ്പെടാൻ? എർത്ത് ക്വേക്ക് രൂപപ്പെടാൻ കാരണമാകുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഭൂമിക്കടി പ്ലേറ്റ് മൂവ്മെന്റ് കാരണം ഭൂമിക്കടിയിലുള്ള റോക്കുകൾ, പാറകൾ, ശിലകൾ എന്ത് ചെയ്യുന്നു? സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ അവർക്ക് ഭ്രംശനമോ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സിവിയർ പ്രഷർ ഈസ് എക്സേർട്ടഡ് ഓൺ ദ എർത്ത്സ് ലിത്തോസ്ഫിയർ ആൻഡ് സീസ്മിക് വേവ്സ് ആർ ജനറേറ്റഡ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഭൂമിക്കടിയിൽ കഠിനമായ പ്രഷർ രൂപപ്പെടുന്നു, സ്ട്രോങ് പ്രഷർ രൂപപ്പെടുന്നു. എന്നിട്ടോ എവിടെ? ലിത്തോസ്ഫിയർ. എന്നിട്ടോ സീസ്മിക് വേവ്സ് ആർ ഈ സമയത്ത് ഇത്തരത്തിലുള്ള കഠിനമായ പ്രഷർ രൂപപ്പെടുമ്പോഴാണ് സീസ്മിക് വേവ്സ് ജനറേറ്റർ എന്ത് രൂപപ്പെടുന്നു? അവിടെ സീസ്മിക് വേവ്, ഭൂകമ്പ തരംഗങ്ങൾ രൂപപ്പെടുന്നു. ദസ് വേവ്സ് ക്രിയേറ്റ് ട്രിമേഴ്സ് ഓൺ ദ എർത്ത് സർഫസ്. എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഈ ഭൂകമ്പ തരംഗങ്ങൾ, അതാണ് സീസ്മിക് വേവ്, എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ എർത്ത് സർഫസിനെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ക്രിയേറ്റ് ട്രിമോസ് ഓൺ ദ എർത്ത് സർഫസ്, ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ദസ് ട്രിമോസ് ആർ എക്സ്പീരിയൻസ്ഡ് ബൈ അസ് ആസ് എർത്ത് ക്വേക്ക്. ഇത്തരത്തിൽ ഭൂമിയുടെ ഈ കുലുക്കത്തെ അല്ലെങ്കിൽ ഈ പ്രകമ്പനത്തെയാണ് നമുക്ക് ഭൂമി കുലുക്കമായി അനുഭവപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് ഭൂമി കുലുക്കം ഉണ്ടാവുന്നത്? ഭൂമിക്കടിയിലെ പ്ലേറ്റ് മൂവ്മെന്റ് കാരണം ഭൂമിക്കടിയിൽ റോക്കുകൾക്ക്, പാറകൾക്ക് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനമാറ്റമോ ഫാൾട്ട് അല്ലെങ്കിൽ ഭ്രംശനമോ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു? സീസ്മിക് വേവുകൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ രൂപപ്പെടുന്ന സീസ്മിക് വേവുകൾ എന്തിന് കാരണമാകുന്നു? എർത്ത് സർഫസിനെ എന്ത് ചെയ്യുന്നു? പ്രകമ്പനം കൊള്ളിക്കുന്നതിന് കാരണമാകുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രകമ്പനമായി, ഭൂമിയുടെ കുലുക്കമായി അനുഭവപ്പെടുന്നു. ഇതിനെയാണ് എർത്ത് ക്വേക്ക് എന്നറിയപ്പെടുന്നത്. ഭൂകമ്പവുമായി അല്ലെങ്കിൽ എർത്ത് ക്വേക്കുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ്, അടുത്തത് എപ്പി സെന്റർ. ഇത് രണ്ടും ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള രണ്ട് വാക്കുകളാണ്. എന്താണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ പറയും ഭൂമിക്ക് അടിയിൽ നിന്നാണ് എന്ത് വരുന്നത്? ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ നോക്കിക്കോ. ഇതാണ് ഭൂമിയുടെ ഉപരിതലം, എർത്ത് സർഫസ്. ഇതിനടിയിൽ ഭൂമിക്കടിയിൽ എവിടെയാണോ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, ഭൂമിക്കടിയിൽ എവിടെയാണോ ഈ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിനെയാണ് എന്തറിയപ്പെടുക? ഫോക്കസ് അല്ലെങ്കിൽ എന്തറിയപ്പെടുന്നു? പ്രഭവ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ഓക്കെ, ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കേന്ദ്രങ്ങളെയാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എപ്പി സെന്റർ? ഈ പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലെ കേന്ദ്രത്തെ എന്തറിയപ്പെടുന്നു? എപ്പി സെന്റർ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ രണ്ട് വാക്കുകൾ? ഒന്ന് പ്രഭവ കേന്ദ്രം, ഭൂമിക്കടിയിൽ എവിടെയാണോ പ്രകമ്പനങ്ങൾ ആദ്യം രൂപപ്പെടുന്നത്, ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത്, അതിനെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. എന്നാൽ ഈ പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിലുള്ള ഭൂമിയുടെ ഉപരിതലത്തെ കേന്ദ്രം, ഇതാണ് ഇവിടെയാണ് ഫോക്കസ് ഏരിയ, ഫോക്കസ് എങ്കിൽ അതിന് നേർമുകളിലുള്ള ഭൂമിയുടെ എർത്ത് സർഫസ് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭാഗത്തെ കേന്ദ്രത്തെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിലുള്ള ഭൗമോപരിതലത്തിലെ കേന്ദ്രത്തെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. രണ്ട് വാക്ക് കിട്ടി. എന്താണ് പ്രഭവ കേന്ദ്രമെന്നും എന്താണ് എപ്പി സെന്റർ എന്നും. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന രണ്ട് വാക്കുകൾ. പ്രഭവ കേന്ദ്രം എന്നാൽ എന്ത്, എപ്പി സെന്റർ എന്നാൽ എന്ത്. ഭൂമിക്കടിയിൽ എവിടെയാണോ ഭൂകമ്പ തരങ്ങൾ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത് അതിനെയാണ് പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് ഈ പ്രഭവ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഫോക്കസിന് നേർമുകളിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലെ ഭാഗത്തെയാണ്
എന്നറിയപ്പെടുന്നത്, എപ്പി സെന്റർ എന്നറിയപ്പെടുന്നത്. The deep points inside the earth where the earthquake occurs are known as focus, and the point vertically above it on the earth's surface known as epicenter. What is mean by focus? എന്താണ് ഇവിടെ ഫോക്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The deep point inside the earth where the earthquakes occurs. ഭൂമിക്കടിയിൽ എവിടെയാണോ എർത്ത് രൂപപ്പെടുന്നത്, ദ ഡീപ്പ് പോയിന്റ്സ് ഇൻസൈഡ് ദ എർത്ത്, ഭൂമിക്കകത്തെ ഏറ്റവും ആഴങ്ങളിൽ, ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിൽ ഭൂമി കുലുക്ക എന്താണ് എർത്ത് രൂപപ്പെടുന്ന ആ ഏരിയയെ, ആ പറയപ്പെടുന്ന ആ സ്ഥലത്തെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിക്കടിയിൽ എവിടെ നിന്നാണോ അത് ആരംഭിക്കുന്നത് അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. എന്നാൽ ദ പോയിന്റ് വെർട്ടിക്കലി എബവ് ഇറ്റ് ഓൺ ദ എർത്ത് സർഫസ് ഈസ് നോൺ ആസ് എപ്പിസെന്റർ. ഈ ഫോക്കസിന് നേർമുകളിലുള്ള എർത്ത് സർഫസിന് മുകളിലുള്ള ആ ഭാഗത്തെയാണ് എപ്പിസെന്റർ എന്ന് പറയുന്നത്. ദ പോയിന്റ് വെർട്ടിക്കലി എബവ് ഇറ്റ് ഓൺ ദ എർത്ത് സർഫസ്, ഭൂമിക്കടിയിൽ എർത്ത് രൂപപ്പെടുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേര് ഫോക്കസ്. അത് എർത്ത് സർഫസിൽ എത്തുന്ന ആ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് എപ്പിസെന്റർ. ഭൂകമ്പവേളയിൽ 3 തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്നും രൂപപ്പെടുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഭൂകമ്പവേളയിൽ 3 തരം തരംഗങ്ങളാണ്, വേവ്സ്, തരംഗങ്ങൾ അല്ലെങ്കിൽ വേവ്സ് ആണ് ഫോക്കസിൽ നിന്നും അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും രൂപപ്പെടുന്നത്. അവ ഏതൊക്കെയാണ് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ്. എന്താണ് പ്രാഥമിക തരംഗങ്ങൾ, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി വേവ്സ്. 2 ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്. അടുത്തത് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഭൂകമ്പവേളയിൽ 3 തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്നും പ്രഭവ കേന്ദ്രത്തിൽ നിന്നും രൂപപ്പെടുന്നത്. 1 പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി വേവ്സ്. 2 ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്. 3 പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ് നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ ഏറ്റവും വിനാശകാരി, ഏറ്റവും ഡേഞ്ചറസ് ആയ തരംഗമാണ് പ്രതല തരംഗം. മനുഷ്യന് ഏറ്റവും ആപത്തുണ്ടാക്കുന്ന, ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരംഗമാണ് അല്ലെങ്കിൽ വേവാണ് സർഫസ് വേവ് അല്ലെങ്കിൽ പ്രതല തരംഗങ്ങൾ. നോക്കി വെക്കുക, അവിടെ ചിലപ്പോൾ 1 മാർക്ക് ചോദ്യം ചോദിക്കും. എന്താണ് ഏറ്റവും വിനാശകാരി, മനുഷ്യന് ഏറ്റവും വിനാശകാരിയായ തരംഗം ഏതാണ്? അപ്പൊ എന്താ ചെയ്തു നിങ്ങൾ? പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്. ഓക്കെ, The 3 types of waves are produced from the focus during an earthquake. First one primary waves, second one secondary wave, and surface wave. 3 types of waves are produced from the focus during an earthquake. ഒരു ഭൂമികുലുക്കം, ഒരു എർത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഫോക്കസിൽ നിന്നും രൂപപ്പെടുന്നത് 3 തരത്തിലുള്ള വേവുകളാണ്, തരംഗങ്ങളാണ്. അതിലൊന്നാണ് പ്രൈമറി വേവ്, രണ്ടാമത്താണ് സെക്കൻഡറി വേവ്, മൂന്നാമത്താണ് സർഫസ് വേവ്. ദ സർഫസ് വേവ്സ് ആർ ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ്. ഏറ്റവും വിനാശകാരി, ഡിസ്ട്രക്റ്റീവ്, ഏറ്റവും നാശം വിതക്കുന്ന വേവാണ് സർഫസ് വേവ്. ഈ 3 വേവുകളിലും ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കുന്ന തരംഗമാണ് സർഫസ് വേവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് നമ്മൾ 2 വാക്കുകൾ പരിചയപ്പെടാൻ പോവാണ്. സീസ്മോഗ്രാഫ്, പിന്നെ റിക്ടർ സ്കെയിൽ. എന്താണ് സീസ്മോഗ്രാഫ്? കേട്ടിട്ടുണ്ടോ? ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. എന്താണ്? ഭൂകമ്പ തരംഗങ്ങൾ, അല്ലേ? നമ്മൾ പറഞ്ഞു എർത്ത് വേവ്സ്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം, ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സീസ്മോഗ്രാഫ് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. ചിലപ്പോൾ 1 മാർക്ക് ചോദ്യം ചോദിക്കാം. ഏത് ഉപകരണത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്? ഏതിലാണ്? സീസ്മോഗ്രാഫ്. കിട്ടുമല്ലോ? ഓക്കെ. ഇനി ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. എന്താണ് റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ? ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് എന്താണ്? റിക്ടർ സ്കെയിൽ. ഓക്കെ, റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന അതൊരു സ്കെയിലാണ്. ആ സ്കെയിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്ത് രൂപപ്പെടുന്ന ഊർജം, എനർജിയുടെ
അളവ് എത്രയാണ് മെഷർ ചെയ്യുന്ന സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഭൂകമ്പ തരംഗങ്ങൾ ഏത് സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്? റിക്ടർ സ്കെയിൽ. ഓക്കെ, ഭൂകമ്പ രേഖപ്പെടുന്ന ഉപകരണമാണെങ്കിൽ സീസ്മോഗ്രാഫ്. ഭൂകമ്പ സമയത്ത് രൂപപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന സ്കെയിൽ തോത് ഏതിലാണ്? റിക്ടർ സ്കെയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രത അനുഭവപ്പെട്ട ഭൂകമ്പം എന്ന് പറയുന്നത് ചിലിയിൽ അനുഭവപ്പെട്ടതാണ്. 9.5 9.5 എന്നാണ് ആ റിക്ടർ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഭൂകമ്പ സമയത്ത് ഉണ്ടാവുന്ന ഊർജത്തിന്റെ എനർജിയുടെ തീവ്രതയുടെ അളന്ന് തിട്ടപ്പെടുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ റിക്ടർ സ്കെയിൽ അനുഭവപ്പെട്ടുള്ള ഒരു ഭൂകമ്പമാണ് ചിലിയിൽ അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിൽ അനുഭവപ്പെട്ട 9.5. The seismic waves are recorded by an instrument called seismograph. ഭൂകമ്പ തരംഗങ്ങൾ സീസ്മിക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് റെക്കോർഡ് the seismic waves. The seismic waves are recorded by an instrument called seismograph. ഭൂകമ്പ തരംഗങ്ങളെ സീസ്മിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. Then the Richter scale measure the intensity of energy released at the time of earthquake. The earthquake that occurred in Chile has been the most severe one. It recorded an intensity of 9.5 in the Richter scale. എന്താ ഇവിടെ പറയുന്നത്? റിക്ടർ സ്കെയിൽ മെഷർ ദ ഇന്റൻസിറ്റി ഓഫ് എനർജി റിലീസ്ഡ് അറ്റ് ദ ടൈം ഓഫ് എർത്ത് ഒരു എർത്ത് ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി മെഷർ ചെയ്യുന്ന സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. ഒരു എർത്ത് ഭൂമിയിൽ രൂപപ്പെടുമ്പോൾ എത്രമാത്രം എനർജി റിലീസ് ചെയ്യപ്പെടുന്നു എന്നത് മെഷർ ചെയ്യുന്ന സ്കെയിലിനെയാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്ത എർത്ത് എന്നറിയപ്പെടുന്നത് ചിലിയിൽ സംഭവിച്ചതാണ്. ദ എർത്ത് ദാറ്റ് ഒക്കേർഡ് ഇൻ ചിലി ഹാസ് ബീൻ ദ മോസ്റ്റ് സിവിയർ വൺ. ഏറ്റവും ശക്തമായ എർത്ത് എന്നറിയപ്പെടുന്നത് ചിലിയിൽ നടന്നതാണ്. ഇറ്റ് റെക്കോർഡഡ് ആൻ ഇന്റൻസിറ്റി ഓഫ് 9.5 ഇൻ ദ റിക്ടർ സ്കെയിൽ. അവിടെ എത്രമാത്രമാണ് ആ റിക്ടർ സ്കെയിൽ മെഷർ വന്നത്? 9.5. 9.5 റിക്ടർ സ്കെയിലിൽ അവിടെ റിലീസായ എനർജിയുടെ അളവ് വന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമി കുലുക്കം അല്ലെങ്കിൽ എർത്ത് രൂപപ്പെടാനുള്ള കാരണങ്ങൾ. നമ്മൾ പറഞ്ഞു, ഒന്ന് എന്താ? പ്ലേറ്റ് മൂവ്മെന്റ്, ഫലക ചലനം. പിന്നെ പറയുന്നത് ഭ്രംശനം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണോ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ എന്ത് രൂപപ്പെടുന്നത്? ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ എർത്ത് രൂപപ്പെടുന്നത്? അല്ല, മറ്റു കാരണങ്ങൾ കൂടെയുണ്ട്. അപ്പൊ ഏതൊക്കെയാ നോക്കാം. ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് കാരണം, കൊളാപ്സ് ഓഫ് റൂഫ്സ് മൈൻസ്, അല്ലെ? പല കോറികൾ, മൈനുകൾ, അല്ലെ? കോറികൾ ഉണ്ടാവും നമുക്ക്, കൽക്കരി ഖനികൾ, അതുപോലെ തന്നെ കോറികൾ, പാറമടകളൊക്കെ. ഇതിനൊക്കെ റൂഫ്സ് ഇടിഞ്ഞു വീണിട്ടും നമ്മളെ ഭൂമിയിൽ ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ രൂപപ്പെടാറുണ്ട്. അത് മാത്രമാണോ? അല്ല, പിന്നെന്താ? ജലസംഭരണികളിലെ സമ്മർദ്ദം, പ്രഷർ ഇൻ റിസർവോയേഴ്സ്. നിരവധി ഡാമുകൾ ഉണ്ട്, അല്ലെ? നമ്മൾ ജലം സംഭരിക്കാൻ വേണ്ടിയിട്ട് നിരവധി ഡാമുകൾ ഉണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ആ ജലസംഭരണികളിലെ പ്രഷർ കാരണം ആ ഭാഗത്ത് എന്തുണ്ട്? ഭൂമി കുലുക്കങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, കാരണം എന്താ? അത്രയും ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തിയായിരിക്കും. അപ്പം എന്ത് ചെയ്യും? അവിടെ പ്രഷർ രൂപപ്പെടുന്നു. അത് കാരണം അവിടെ എന്തുണ്ടാവാറുണ്ട്? ഭൂമി കുലുക്കം രൂപപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങൾ, ഭൂമിക്കടിയിൽ നിന്നും അഗ്നിപർവ്വതം എന്ത് ചെയ്തു? വിടവിലൂടെ എന്ത് ചെയ്യും? ഭൂമിക്കടിയിൽ മാഗ്മ പുറത്തോട്ട് പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങൾ. അത്ര സന്ദർഭങ്ങളിലും എന്തുണ്ടാവാറുണ്ട്? എർത്ത് അല്ലെങ്കിൽ ഭൂമി കുലുക്കം രൂപപ്പെടാറുണ്ട്. വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പോൾ എന്താ നമ്മൾ ഈ ടോപ്പിക്കിൽ എന്താ ഇവിടെ പറഞ്ഞത്? ഭൂമി കുലുക്കം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഏത്? ഫലകചലനവും ഭ്രംശനവും കൂടാതെ മറ്റു കാരണങ്ങളാണ്. ഏതൊക്കെ? ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുക, കൊളാപ്സ് ഓഫ് റൂഫ്സ് മൈൻസ്, ദെൻ ജലസംഭരണിയിലെ സമ്മർദ്ദം, പ്രഷർ ഇൻ റിസർവോയേഴ്സ്, ദെൻ അഗ്നിപർവ്വതങ്ങളിലെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ, വോൾക്കാനിക് ഇറപ്ഷൻ. അല്ലെ? ഈ മൂന്ന് കാര്യങ്ങൾ കൂടെയും എന്തുണ്ടാവാറുണ്ട്? ഭൂമി കുലുക്കം അല്ലെങ്കിൽ എർത്ത് ഭൂമിയിൽ രൂപപ്പെടാറുണ്ട്. അപ്പാർട്ട് ഫ്രം പ്ലേറ്റ് മൂവ്മെന്റ്സ് ആൻഡ് faulting, earthquakes occur due to the other reason as well as. അതായത്
പ്ലേറ്റ് മൂവ്മെൻറ്റും ഫാൾട്ടിങ് അല്ലെങ്കിൽ ഭ്രംശനവും അല്ലാതെ ഭൂമി കുലുക്കത്തിന് കാരണമാവുന്ന മറ്റു കാരണങ്ങൾ നമുക്കൊന്ന് ആൻഡ് ഫാൾട്ടിങ് ദ എർത്ത് ഒക്കർ ഡ്യൂ ടു അതർ റീസൺ. ഇത് അല്ലാതെ നമുക്ക് മുന്നിലുള്ള മറ്റു കാരണങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൊളാപ്സ് ഓഫ് റൂഫ്സ് ഓഫ് മൈൻസ്. അല്ലേ, എന്താണ്, ഖനികൾ അല്ലെങ്കിൽ മൈനുകളുടെയൊക്കെ റൂഫ്സ്, മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴുക. കൊളാപ്സ് ഓഫ് റൂഫ്സ് ഓഫ് മൈൻസ്. അല്ലേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മൈനുകളുടെ മേൽക്കൂരകൾ, റൂഫ്സ് ഇടിഞ്ഞു വീഴുമ്പോൾ എന്ത് കാരണമാവാറുണ്ട്? എന്ത് രൂപപ്പെടുന്നു? എർത്ത് ക്വേക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പ്രഷർ ഇൻ റിസർവോയേഴ്സ്. അല്ലെ, ഡാമുകളിലും മറ്റും റിസർവോയറുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം ചെലുത്തുന്ന പ്രഷർ കാരണവും എന്ത് രൂപപ്പെടാറുണ്ട്? എർത്ത് ക്വേക്ക് ഭൂമി രൂപപ്പെടാറുണ്ട്. അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഈ 3 സമയങ്ങളിലും ഏതൊക്കെയാണ്? കൊളാപ്സ് ഓഫ് റൂഫ്സ് ഓഫ് മൈൻസ്, പ്രഷർ ഇൻ റിസർവോയർ, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ. ഈ 3 രൂപപ്പെടാറുണ്ട്, എർത്ത് ക്വേക്ക് രൂപപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്, അല്ലേ, ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൗമചലനങ്ങൾ, ആന്തരിക ചലനങ്ങളും ബാഹ്യ ചലനങ്ങളും, എൻഡോജനിക് ഫോഴ്സ്, എക്സോജനിക് ഫോഴ്സ്. അല്ലേ, അത് ആന്തരിക ചലനത്തിനെ വീണ്ടും 2 തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സാവധാനത്തിലുള്ള ചലനം, ഡിസാസ്ട്രോഫിക് മൂവ്മെന്റ്. അതിന് ഉദാഹരണമാണ് ഫലക ചലനങ്ങൾ, പ്ലേറ്റ് മൂവ്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞതാ ദ്രുതചലനങ്ങൾ, സഡൻ മൂവ്മെന്റ്. അതിന് ഉദാഹരണങ്ങളാണ് വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം. പിന്നെയോ ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്ക്. ഇതാണ് നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തെന്താ? ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്ക്. അല്ലേ, എന്താണ് ഭൂകമ്പങ്ങൾ? നമ്മൾ പറഞ്ഞു ഭൂമിക്കടിയിലെ ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായോ മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കുന്നു. സംഭവിക്കുന്ന സമയത്ത് അതിശക്തമായ സമ്മർദ്ദം രൂപപ്പെടുന്നു. ആ സമ്മർദ്ദം ഭൂകമ്പ തരംഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ഭൂകമ്പ തരംഗങ്ങൾ പ്രകമ്പനങ്ങളായി മാറുന്നു. ഈ പ്രകമ്പനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിപ്പെടുന്നു. ഇതിനെയാണ് ഭൂകമ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമ്മളത് പറഞ്ഞു ഭൂമിക്കടിയിലാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. അല്ലേ, ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന അതിനെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന എവിടെ നിന്നാണ് ഭൂകമ്പ തരങ്ങൾ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത്? അതിനെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നു. ഈ പ്രഭവ കേന്ദ്രം, ഈ ഫോക്കസിന് നേരെ മുകളിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭാഗത്തെയാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഭൂകമ്പ സമയത്ത് പ്രധാനമായും 3 തരംഗങ്ങൾ, 3 വേവ്സ് ആണ് രൂപപ്പെടുന്നത്. 1 പ്രൈമറി വേവ്, പ്രാഥമിക തരംഗങ്ങൾ. 2 ദ്വിതീയ തരംഗങ്ങൾ, സെക്കൻഡറി വേവ്. 3 പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ അതിനെന്തറിയപ്പെടുന്നു? സർഫസ് വേവ്. ഏറ്റവും വിനാശകാരിയായ തരംഗമാണ് പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ സർഫസ് വേവ്. ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കുന്നു. ഇനിയോ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. അല്ലെ, ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഇനിയോ ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് രൂപപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞു? ഭൂകമ്പങ്ങൾ ഫലകചലന ഫലമായും ഭ്രംശനവും അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടും രൂപപ്പെടാറുണ്ട്. ഏതൊക്കെയാണ് കാരണങ്ങൾ? ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുക, അതുപോലെ തന്നെ ജലസംഭരണികളിലുള്ള സമ്മർദ്ദം കാരണമുണ്ടാവുക, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും ഭൂകമ്പങ്ങൾ ഭൂമിയിൽ അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ഭൂമിയിൽ രൂപപ്പെടാറുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നല്ലൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കംപ്ലീറ്റ് കാണുക, അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സിൽ കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.